നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കണ്ട അമ്മയുടെ പുതിയ ഭാരവാഹികൾ ഇതാ രാജിവെച്ചിരിക്കുന്നു. അമ്മയിൽ നടന്നത് ചരിത്രമെന്നാണ് അൻസിബ പറയുന്നത്. എന്നാൽ ഇത് വെറുമൊരു ചരിത്രമാണോ? തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആ സിനിമയ്ക്കപ്പുറം താരങ്ങളുടെ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കും. വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങുന്ന പല താരങ്ങളുടെയും യഥാർത്ഥ ജീവിതം വെറും പൊള്ളയാണ് എന്ന് തിരിച്ചറിയുക. കഴിഞ്ഞ 32 വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഭവങ്ങളെന്ന് അൻസിബ പറയുന്നു. അതെ, 32 വർഷത്തിലാദ്യമായാണ് ഇത്തരം ചില സംഭവങ്ങൾ. വരവ് ചിലവ് കണക്കുകൾ പോലും മേശപ്പുറത്ത് വയ്ക്കാൻ കഴിയാതിരുന്നൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയെ അവരുടെ കുറ്റങ്ങൾ അക്കമിട്ട് നിരത്തി ആക്രമിച്ചു വീഴിക്കുന്നതിൽ ബാബുരാജും സംഘവും വിജയിച്ചു. ഭരണസമിതിയുടെ സംഘടനാപരമായ പാളിച്ചകളിൽ സങ്കടമുണ്ട് എന്ന് ജഗദീഷ് പറയുന്നു. ജഗദീഷും അട്ടിമറിക്ക് കൂട്ടുനിന്നോ എന്നാണ് ശ്വേത ചോദിക്കുന്നത്. ഇത് സ്ത്രീകളെ ഉപദ്രവിച്ച കമ്മിറ്റി എന്നാണ് ബാബുരാജ് പറയുന്നത്. നമ്മുടെ സംഘടന വീണ്ടും കുറ്റാരോപിതരുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് ശ്വേത. എല്ലാറ്റിനുമൊടുവിൽ അമ്മയെ ഇനി പിഷാരടി നയിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വലിയ കയ്യടി. പിഷാരടിയുടെ കമ്മിറ്റിയിൽ ഗണേഷ് കുമാറും. എന്നാൽ ഈ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇരുവരും ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ജനറൽ ബോഡി യോഗത്തിന് മമ്മൂട്ടി എത്തിയില്ല. എങ്കിലും പിന്നാമ്പുറങ്ങളിലിരുന്ന് കളി കളിച്ചത് മമ്മൂട്ടി തന്നെ. നിസ്സംഗതയോടെ സങ്കടപ്പെട്ട് ആ യോഗത്തിൽ ആദ്യാവസാനം മോഹൻലാൽ ഇരുന്നു. അമ്മ ജനറൽ ബോഡിയിൽ ഇന്നലെ സംഭവിച്ചതെന്ത്? യഥാർത്ഥ വസ്തുതകൾ ഇങ്ങനെ. മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നേരത്തെ സംഘടന ഒരുവിധം പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. പല താരങ്ങളുടെയും പൊയ്മുഖം അഴിഞ്ഞു വീണു. നടന്മാരുടെ ഉള്ളിലെ ക്രിമിനലിസം കേരളം പച്ചയ്ക്ക് കണ്ട ദിവസങ്ങൾ. അവിടെയാണ് മലയാള സിനിമാ ലോകത്തെ നടികൾക്ക് നേരെ നടന്ന ലൈംഗിക പീഡനങ്ങളുടെ ഒട്ടനവധി വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. സിദ്ദിഖും ഇടവേള ബാബുവും ബാബുരാജുമൊക്കെ വെളിപ്പെടുത്തലുകളിൽ കുടുങ്ങി. ഒരു വേള ആരോപണങ്ങൾ സൂപ്പർ താരങ്ങളിലേക്ക് എത്തുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് ശ്വേതയുടെയും കുട്കു പരമേശ്വരൻ്റെയും നേതൃത്വത്തിൽ അമ്മയ്ക്ക് പുതിയ ഭാരവാഹികൾ. അതിനെ പൂർണ്ണമായി അനുഗ്രഹിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളും. അമ്മയുടെ പുതിയ ഭാരവാഹികൾ സംഘടനയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്ന് കേരളം പ്രതീക്ഷിച്ചു. എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് പിന്നീട് കേട്ടത് കുറെ പെണ്ണുങ്ങളുടെ തെരുവ് വഴക്ക്. സംഘടനയ്ക്കുള്ളിലായിരുന്നില്ല അവരുടെ വഴക്കുകൾ. പകരം കുടുംബങ്ങളിലെ വിഴുപ്പുകൾ വരെ അവർ തെരുവിലിട്ട് പച്ചക്കലക്കി. മാധ്യമങ്ങളോട് പലതും വിളിച്ചു പറഞ്ഞു. ഏറ്റവും മ്ലേച്ഛമായ കഥകൾ തുടങ്ങുന്നത് ലക്ഷ്മിപ്രിയയുടെ ഒരു വോയിസ് പുറത്തു വന്നതോടെയാണ്. നീന കുറുപ്പിനെ പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ ഒരു വോയിസ് മെസ്സേജ്. ഈ വോയിസ് മെസ്സേജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു. ബിജു പപ്പനും അമ്പിളിയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി. സന്തോഷ് കീഴാറ്റിങ്ങലും ട്രഷറർ ഉണ്ണി ശിവപാലുമൊക്കെ കമ്മിറ്റിയിൽ മറ്റു മെമ്പർമാർ. 6 പേരെയാണ് മൊഴിയെടുപ്പിനായി കമ്മിറ്റി വിളിച്ചത്. അതിൽ 3 പേരുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തി. 6 പേരും അതിശക്തമായ മൊഴി ലക്ഷ്മിപ്രിയക്കെതിരെ നൽകുന്നു. അമ്മ അംഗത്വത്തിൽ നിന്ന് ലക്ഷ്മിപ്രിയയെ പുറത്താക്കണമെന്നാണ് മൊഴി നൽകിയവർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത്. ലക്ഷ്മിപ്രിയയുടെ മറുപടിക്കായി കമ്മിറ്റി അവരെ ബന്ധപ്പെട്ടു. എന്നാൽ ലക്ഷ്മിപ്രിയ കമ്മിറ്റിയോട് പറഞ്ഞത് മെയ് 21 വരെ താനില്ല, ചില യാത്രകളിലാണ്, അതിൻ്റെ രേഖകൾ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകാം എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. ഇതിനിടയിൽ ഏറ്റവും മ്ലേച്ഛമായ കഥകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ലക്ഷ്മിപ്രിയ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ അൻസിബയ്ക്കെതിരെ ഒരു പരാതി. ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളാവട്ടെ ഏറ്റവും നെറുകെട്ട കാര്യങ്ങളും. തനിക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ലക്ഷ്മിപ്രിയക്കെതിരെ അങ്ങനെ അൻസിബ ശ്വേതാ മേനോനെ സമീപിക്കുന്നു. ശ്വേതാ മേനോൻ തന്ത്രപരമായി അൻസിബയെ ഒഴിവാക്കി. ഇക്കാര്യങ്ങളിൽ ടിനി ടോം ഉൾപ്പെടെയുള്ളവരുടെ കളികൾ അൻസിബ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അമ്മയിൽ ഒരു മാഫിയ ഉണ്ടെന്നും അവരൊരുമിച്ചാണ് കരുക്കൾ നീക്കുന്നത് എന്നും അൻസിബ കേരളത്തോട് തുറന്നടിച്ചു. ഇതോടെ ടിനി ടോം ഉൾപ്പെടെയുള്ള ശ്വേതയെ പിന്തുണയ്ക്കുന്നവർ തീർത്തും പ്രതിരോധത്തിൽ. അമ്മ സംഘടനയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി ജോലി ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഏജൻസിയിൽപ്പെട്ട ഒരു സെക്യൂരിറ്റിക്കാരൻ 7 മാസത്തോളം അവിടെ ജോലി ചെയ്ത ഒരു വനിതാ സ്റ്റാഫ്. ഇരുവരെയും ചേർത്ത് ചില കഥകൾ അമ്മ സംഘടനയിൽ പരക്കുന്നു. 7 മാസം ജോലി ചെയ്തു, പക്ഷേ മറ്റു ചില ആരോപണങ്ങൾ നിന്റെ പേരിൽ വരുന്നു, അതുകൊണ്ട് നിന്നെ പുറത്താക്കുന്നു എന്ന് സെക്രട്ടറി ആ വനിതാ സ്റ്റാഫിനോട് പറയുന്നു. തന്നെ പിരിച്ചുവിട്ടതിന് പിന്നിൽ ട്രഷറർ ഉണ്ണി ശിവപാലാണ് എന്ന് വനിതാ സ്റ്റാഫ് പരാതി ഉന്നയിക്കുന്നു. അവരങ്ങനെയാണ് ധരിച്ചത്. ഉണ്ണി ശിവപാൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോട് പറഞ്ഞ് തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നാരോ
അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഹൈദരാലി എന്ന വ്യക്തി. ഹൈദരാലിയാണ് ആ വനിതാ സ്റ്റാഫിനെ കുത്തിയിളക്കി ചില പരാതികൾ കൊടുപ്പിച്ചത്. ലേബർ ഓഫീസിലടക്കം ആ വനിതാ ജീവനക്കാരി പരാതി നൽകി. വനിതാ സ്റ്റാഫിനെ പിരിച്ചുവിട്ട നടപടിയിൽ സെക്രട്ടറിക്കെതിരെ ശ്വേതാ മേനോൻ നിലപാടെടുത്തു. അവരെ ഒരാലോചനയുമില്ലാതെ ഇങ്ങനെ പിരിച്ചു വിടേണ്ടിയിരുന്നില്ല എന്നാണ് ശ്വേത നിലപാടെടുത്തത്. ഇതോടെ കുക്കു പരമേശ്വരൻ പുറമേക്ക് ശ്വേതാ മേനോനൊപ്പമാണെങ്കിലും ഉള്ളിൽ ശ്വേതയ്ക്കെതിരെ കരുക്കൾ നീക്കാനുള്ള തീരുമാനമെടുത്തു. ഇത്തരം കളികൾക്ക് പിന്നിൽ ട്രഷറർ ഉണ്ണി ശിവപാലാണ് എന്ന് ശ്വേതാ മേനോൻ ധരിച്ചു. അങ്ങനെ ഉണ്ണി ശിവപാലിനോട് ലീവിൽ പോകാൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. സംഘടനയുമായി തെറ്റിയതോടെ ഉണ്ണി ശിവപാൽ നേരെ UK പുറപ്പെട്ടു. അതുവരെ അമ്മ സംഘടനയുടെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ കയ്യിൽ വെച്ചത് ഉണ്ണി ശിവപാൽ. കണക്കുകളും സംവിധാനങ്ങളും പുസ്തകവും എടുത്ത് നേരെ ഉണ്ണി ശിവപാൽ UK വിട്ടടിച്ചു. ഇതോടെ ശ്വേതയും കൂട്ടരും വെള്ളത്തിലായി. സെക്രട്ടറിയോട് കണക്കുകൾ എവിടെ എന്ന് ശ്വേത ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ണി കൊണ്ടുപോയി എന്ന മറുപടി. ജനറൽ ബോഡി ചേരേണ്ട സമയമായി. ശ്വേതാ മേനോൻ ആകെ ആദി. കണക്കുകളും കാര്യങ്ങളുമില്ലാതെ ജനറൽ ബോഡിയിലെത്തിയാൽ എല്ലാവരും കൂടി എടുത്തൊടുക്കും. ഒരു വശത്ത് അൻസിബ അതിരൂക്ഷമായി നിൽക്കുന്നു, മറുവശത്ത് ബാബുരാജ് പഴയ താപ്പാനകളെയെല്ലാം ഒപ്പം ചേർത്തു. സിദ്ദിഖിൻ്റെ സഹോദരൻ ഇടവേള ബാബു, സുരേഷ് കൃഷ്ണ, ബാബുരാജ്, അങ്ങനെ ശ്വേതയുടെ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ഒരുമിച്ചു. അവരാണ് പിന്നീട് അൻസിബയെ പുറത്തേക്ക് തള്ളിവിട്ടത്. അൻസിബയ്ക്ക് വേണ്ട ഊർജമൊക്കെ അവർ പകർന്നു കൊടുത്തു. അൻസിബ ഒരു വശത്ത് നിന്ന് മാധ്യമങ്ങളിലൂടെ ശ്വേതയെ ആക്രമിച്ചു. ഒടുവിൽ ജനറൽ ബോഡി യോഗം. നീണ്ട 7 മണിക്കൂറോളം ശ്വേതാ മേനോനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ആ യോഗത്തിൽ ചെയ്തത്. സിദ്ദിഖും ബാബുരാജുമൊക്കെ ചേർന്ന ഈ കോക്കസ് തങ്ങളുടെ മുന്നിൽ രഞ്ജി പണിക്കരെ നിർത്തി. രഞ്ജി പണിക്കർ ആരെന്തു പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കുന്ന സ്വഭാവമുള്ളയാൾ. ശ്വേതാ മേനോൻ്റെ കമ്മിറ്റി ഒന്നിനും കൊള്ളാത്തതാണെന്നും വലിയ തട്ടിപ്പാണ് അവിടെ നടക്കുന്നത് എന്നും സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല എന്നുമൊക്കെ രഞ്ജി പണിക്കരെ പറഞ്ഞ് മനസ്സിലാക്കി. ഒടുവിൽ രഞ്ജി പണിക്കർ രൂക്ഷമായ പ്രതികരണങ്ങളുമായി ജനറൽ ബോഡിയിൽ നിറഞ്ഞു. ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറിയാണ് കണക്കുകൾ അവതരിപ്പിക്കേണ്ടത്. കുക്കു പരമേശ്വരൻ എഴുന്നേറ്റ് നിന്ന് തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. യഥാർത്ഥത്തിൽ കുക്കു പരമേശ്വരൻ ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു. ശ്വേതയുടെ എതിരാളികൾക്ക് വേണ്ടതൊക്കെ കുക്കു പരമേശ്വരൻ ഇട്ടുകൊടുത്തു. അങ്ങനെ സിദ്ദിഖും ബാബുരാജുമൊക്കെ ചാടി എഴുന്നേറ്റു. ശ്വേതയ്ക്കെതിരെ ശക്തമായ പ്രതികരണം. കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാത്ത കമ്മിറ്റി രാജിവെക്കണമെന്നായി. ഇതിനിടയിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനെത്തിയവർ രജിസ്ട്രേഷനായി ഇടതുവശത്തുള്ള രജിസ്റ്റർ കൗണ്ടിലെത്തി രജിസ്റ്റർ ചെയ്യണം. അപ്പോഴതാ വലതുവശത്ത് കുറേ പേർ നിൽക്കുന്നു. ഓരോരുത്തരെയായി അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തും. ഈ കമ്മിറ്റി രാജിവെക്കണം, അതിനുവേണ്ടി ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കണം, ഇതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് വരുന്ന നടീനടന്മാരെ കൊണ്ടവർ ഒപ്പ് ശേഖരണം നടത്തുന്നു. ജഗദീഷ് ഉൾപ്പെടെയുള്ളവരെ സിദ്ദിഖും സംവിധാനവും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. മറുവശത്ത് ജനറൽ ബോഡിയിലെത്താത്ത മമ്മൂട്ടി ഈ കമ്മിറ്റി പോകട്ടെ എന്ന നിലപാടുകാരനായിരുന്നു. എന്നാൽ മോഹൻലാൽ വളരെ ഉദാര മനോഭാവമാണ് പ്രകടിപ്പിച്ചത്. പുതിയ കമ്മിറ്റിയാണ്, വലിയ ഭരണപരിചയമൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് ഇത്തിരി സമയം കൊടുക്കണം എന്ന അഭിപ്രായഗതിയായിരുന്നു മോഹൻലാലിന്. ഗണേശനെല്ലാം നന്നായി പോകണം എന്ന കർക്കശക്കാരനും. ഇതിനിടയിൽ ഉണ്ണി ശിവപാൽ കണക്കുകളൊന്നും തൻ്റെ കയ്യിലില്ല എന്ന് പരസ്യമായി ജനറൽ ബോഡിയിൽ പറയുന്നു. 67 ലക്ഷം രൂപയുടെ കണക്ക് സംഘടനയിൽ വെച്ചിട്ടില്ല. വാർഷിക റിപ്പോർട്ടിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കില്ല എന്ന് ഭരണസമിതിയിലെ ട്രഷറർ തന്നെ പറയുന്നു. അൻസിബയെ പോലുള്ളവർ പരാതിയുമായി എത്തിയപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്വേത സ്വീകരിച്ച നിസ്സംഗതയും മറുപടികളും സംഘടനയ്ക്ക് വലിയ അവമതിപ്പുണ്ടാക്കി എന്ന് ബാബുരാജ് തുറന്നടിച്ചു. പഴയതുപോലെ നേതൃത്വം പറയുന്നത് അനുസരിച്ച് മിണ്ടാതിരിക്കുന്നവരല്ല ഇന്നത്തെ അംഗങ്ങൾ, ചോദിക്കേണ്ടത് ചോദിക്കുമെന്നായി ജഗദീഷ്. തുടക്കം മുതൽ ഈ യോഗത്തിൽ മോഹൻലാൽ പങ്കെടുത്തത് അതീവ വിഷമത്തോടെ. ഇന്നലെയാണ് കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ അമ്മ ജനറൽ ബോഡി സംഘടനയുടെ വാർഷിക റിപ്പോർട്ടിനായി യോഗം ചേർന്നത്. ഒടുവിൽ വലിയ തർക്കങ്ങളും കൂട്ടരാജിയും. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ പിഴവുകളും അവ്യക്തതകളുമുണ്ട് എന്ന് സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവും രഞ്ജി പണിക്കരും കട്ടയ്ക്ക് നിന്ന് വാദിച്ചു. ഈ ഭരണസമിതിക്ക് കുറച്ച് സമയം നൽകണം. ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് 45 ദിവസം കൂടി തരണം. കണക്കുകൾ കൃത്യമായി ജനറൽ ബോഡിക്ക് മുന്നിൽ അവതരിപ്പിക്കാം. എങ്കിൽ കുറച്ചു ദിവസം കൊടുത്താലോ എന്നായി മോഹൻലാൽ. അപ്പോഴിതാ ബാബുരാജ് കലിച്ച് വേദിയിലേക്ക് പാഞ്ഞു കയറി. ശ്വേതാ മേനോൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവർ BJPയുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി. അമ്മ സംഘടനയിൽപ്പെട്ടവരെ BJP സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയാണ് ഈ കോടികൾ വാങ്ങിയത്. ഡൽഹിയിലെത്തി അമിത്ഷായെ വരെ അവർ നേരിട്ട് കണ്ടു. സുരേഷ് ഗോപിയെയാണ് ബാബുരാജ് ഉന്നം വെച്ചത്. സുരേഷ് ഗോപിയും ശ്വേതയും തമ്മിലുള്ള ബന്ധം ഉയർത്തിക്കാട്ടി BJP ബന്ധം ആരോപിക്കുകയായിരുന്നു ബാബുരാജ്. ഇതോടെ ശ്വേത ഇടിവെട്ടേറ്റതുപോലെ നിന്നു.
തുടർന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ പറഞ്ഞു, ഈ ആരോപണം വളരെ ക്രൂരമായി പോയി. ഇനി ഒരു നിമിഷം പോലും ഈ സംഘടനയുടെ പ്രസിഡന്റായി താൻ ഇരിക്കില്ല. താൻ രാജിവെക്കുന്നു. അമ്മ സംഘടനയിൽ നിന്ന് തന്നെ താൻ രാജിവെക്കുന്നു. ഇനി അമ്മ അംഗത്വം തനിക്ക് വേണ്ട. തനിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തിയ ബാബുരാജിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. താൻ പോലീസിൽ പരാതിപ്പെടും. എല്ലാം തുറന്ന് ജനങ്ങളോട് പറയുമെന്നായി ശ്വേതാ മേനോൻ. ഇതോടെ ചതിവ് മനസ്സിലാക്കിയ രഞ്ജി പണിക്കർ ആകെ അബദ്ധം പിടഞ്ഞതുപോലെ സീറ്റിലിരുന്നു. താൻ കട്ടയ്ക്കൊപ്പം ഈ സംഘടനാ ഭാരവാഹികൾക്കെതിരെ നിന്നത് നീതിയുടെ പേരിലാണ്. എന്നാൽ ഇതിനു പിന്നിൽ ഗൂഢാലോചനയും ചതിവുമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന് തനിക്ക് അടുപ്പമുള്ളവരോട് രഞ്ജി പണിക്കർ പറഞ്ഞു. പിന്നീട് രഞ്ജി പണിക്കരെ നിശബ്ദനായി ജനറൽ ബോഡിയിൽ എല്ലാവരും കണ്ടു. വലിയ ഗൂഢാലോചന ഈ ഭാരവാഹികളെ പുറത്താക്കാൻ നടന്നു എന്ന് ജഗദീഷും തിരിച്ചറിഞ്ഞു. എന്നാൽ ശ്വേത രാജി പ്രഖ്യാപിച്ചതോടെ ജഗദീഷ് കളം കയ്യിലെടുത്തു. പെട്ടെന്ന് തന്നെ ജഗദീഷാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. എങ്കിൽ പിന്നെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി വരട്ടെ എന്ന് ജഗദീഷ് പറഞ്ഞു. അമ്മ ജനറൽ ബോഡിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ഒരു അഡ്വക്കേറ്റിനെയും ഒക്കെ വിളിപ്പിച്ചു വരുത്തിയിരുന്നു. അവർ കൂടി ചേർന്നാണ് പൊതുവിചാരണ നടത്തിയത്. ഇതും ശ്വേതക്കിരുട്ടടിയായി. പിന്നീട് ജഗദീഷ് തന്നെ ജനറൽ ബോഡിയിൽ പറഞ്ഞു, എനിക്ക് ഭാരവാഹിയൊന്നുമാകണ്ട, പിഷാരടി മുന്നോട്ട് വരട്ടെ. പിഷാരടി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും. അങ്ങനെ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ആലോചന തുടങ്ങി. പിഷാരടിയുടെ പേര് പറഞ്ഞയുടൻ മമ്മൂട്ടിയെ ചിലർ ഫോണിൽ വിളിച്ചു. മമ്മൂട്ടിയുടെ പരിപൂർണ പിന്തുണ. ഒന്നും മിണ്ടാതിരുന്ന മോഹൻലാൽ എന്നാൽ അഡ്ഹോക്ക് കമ്മിറ്റി പിഷാരടി നയിക്കട്ടെ എന്ന അഭിപ്രായം പറഞ്ഞു. ഇതോടെ പിഷാരടിയിലേക്ക് കാര്യങ്ങളെത്തി. ജഗദീഷ് തന്നെയാണ് ഗണേഷ് കൂടി ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഉണ്ടാകട്ടെ എന്ന അഭിപ്രായം പറഞ്ഞത്. നേരത്തെ ഭാരവാഹികൾക്കെതിരായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഗണേഷ് പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ കണക്കുകളല്ല, കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ അമ്മ സംഘടനയുടെ വേദിയിൽ വയ്ക്കണമെന്ന്. രാവിലെ കാര്യങ്ങളുടെ പോക്ക് പന്തിയല്ല എന്ന് കണ്ട് ഗണേഷിനും പിഷാരടിയും ഉച്ചയ്ക്ക് തന്നെ ജനറൽ ബോഡിയിൽ നിന്ന് പോയിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ മോഹൻലാൽ ക്ഷമയോടെ അവിടെയിരുന്നു. പോകുന്നതിന് മുൻപ് മോഹൻലാൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് രംഗത്തിറങ്ങി. ഒടുവിൽ മോഹൻലാൽ ജനറൽ ബോഡിയിൽ സംസാരിച്ചു. അതും വികാരാധീനനായി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട്. അത്യുഗ്രൻ പ്രസംഗമാണ് ജനറൽ ബോഡിയിൽ മോഹൻലാൽ കാഴ്ചവെച്ചത്. മറ്റെല്ലാവരുടെയും മുഖം കുനിഞ്ഞു പോകുന്ന തലത്തിൽ. മോഹൻലാൽ ശ്വേതയെ പൂർണ്ണമായി അനുകൂലിക്കുമോ എന്ന് ഭയന്ന സിദ്ദിഖ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മോഹൻലാൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കരുത് എന്നായി സിദ്ദിഖ്. യാതൊരു വിധത്തിലും ശ്വേതയുടെ കമ്മിറ്റിക്ക് പിന്തുണ നൽകാൻ കഴിയില്ല എന്ന് മോഹൻലാലും നിസ്സംഗതയോടെ തിരിച്ചറിഞ്ഞു. സിദ്ദിഖും ബാബുരാജുമൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നു. എല്ലാവരെയും പിണക്കുന്നത് ശരിയല്ല. അവിടെ മോഹൻലാൽ അങ്ങനെ മൗനം പാലിച്ചു. മരണം നമുക്കെല്ലാം മുന്നിലുണ്ട്. അടുത്ത യോഗം ചേരുമ്പോൾ നമ്മളിൽ എത്ര പേർ ഇവിടെ ഉണ്ടാകുമെന്നുറപ്പില്ല. അതുകൊണ്ട് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ തമ്മിലടിക്കരുത്. പ്രശ്നങ്ങൾ പരിഹരിക്കണം. എല്ലാം നല്ലവിധം മുന്നോട്ട് കൊണ്ടുപോകണം. മോഹൻലാലിൻ്റെ വാക്കുകൾ ഏറെ ഹൃദയസ്പർശിയായിരുന്നു. എങ്കിലും രക്തം കൊതിക്കുന്നവർക്ക് മുന്നിൽ അത് വിലപ്പോയില്ല. ഞങ്ങളുടെ സമിതിയിലെ ട്രഷറർ ഒളിച്ചോടിയ ആളായിരുന്നു. മെയ് 1-ാം തീയതിയോടെ പുള്ളി ഒളിച്ചോടി. അമ്മയിലെ സ്റ്റാഫിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസിലും പരാതി പോയപ്പോൾ കമ്മിറ്റിയോടൊരു വാക്കുപോലും പറയാതെ ഒരു മെയിൽ പോലും അയക്കാതെ മൂപ്പർ മുങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കണക്കുകൾ കൃത്യമായി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള ഞങ്ങളുടെ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം കൃത്യമാണ്. ഇതിനു മുമ്പ് ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റിയുടെ കാലത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. സംഘടനയുടെ നാണക്കേട് ഓർത്ത് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ പുറത്തു പറയാതിരുന്നത്. ഇന്നെനിക്ക് വലിയൊരു ആശ്വാസമുണ്ട്. കാരണം ഇന്നു മുതൽ അമ്മയിലെ അംഗമല്ല ഞാൻ. ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം ശ്വേത അവിടെ കാഴ്ചവെച്ചു. തികഞ്ഞ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. അമ്മയിൽ വെറുമൊരു പാവയായി ഇരുന്നില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെന്നെ കിട്ടില്ല. ബാക്കി കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കാം എന്ന് ശ്വേത തുറന്നടിച്ചു. ശ്വേതയുടെ പ്രസംഗത്തിന് മറുപടി പറയേണ്ട ബാധ്യത മോഹൻലാലിന്റെ തലയിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഇട്ടുകൊടുത്തു. ശ്വേതാ മേനോൻ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതിയാണ് ഇന്നലെ രാജിവെച്ചത്. വാർഷിക റിപ്പോർട്ടിലെ വരവ് ചിലവ് കണക്കുകളെ ചൊല്ലി പ്രമുഖ താരങ്ങൾ തമ്മിൽ യോഗത്തിൽ നേർക്കുനേർ കൈകോർത്തു. കണക്കുകളിൽ വ്യക്തതയില്ല എന്ന് ശക്തമായി ആരോപിച്ചത് സിദ്ദിഖും ബാബുരാജും ഇടവേള ബാബുവും. എല്ലാ സമ്മർദ്ദവും മോഹൻലാലിനുമേൽ. മോഹൻലാൽ നയം വ്യക്തമാക്കണമെന്ന് ഗണേഷ് പറഞ്ഞതോടെ മോഹൻലാൽ തൻ്റെ അത്യുഗ്രൻ പ്രസംഗം കാഴ്ചവെച്ചു. സംഘടനയുടെ ഐക്യം തകർക്കരുത് എന്ന് ലാൽ ഓർമ്മപ്പെടുത്തി. ഒരു കൂട്ടം വെട്ടുക്കിളികൾ എല്ലാം തകർക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നിസ്സംഗതയോടെ മോഹൻലാൽ ഇരുന്നു. അതല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. ശ്വേതാ മേനോനും കൂട്ടരും രാജിവെച്ചതോടെ ബാബുരാജുവും സംഘവും പിന്നീട് കളം നിറഞ്ഞാടി. അമ്മ സംഘടന ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അങ്ങനെയുള്ള ഒരു സംഘടന ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ 21 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ഞങ്ങൾക്കാർക്കും നോട്ടീസ് കിട്ടിയില്ല.
ഇങ്ങനെയൊക്കെയാണ് ബാബുരാജിന്റെ പ്രതികരണം തുടങ്ങിയത്. ഇന്നിവിടെ പാസ്സാക്കാനിരിക്കുന്ന കണക്കുകൾ ശരിയല്ല, റിപ്പോർട്ടും ശരിയല്ല. അവർ പല പ്രാവശ്യം കെഞ്ചിയിട്ടും ഒരു 10 പേർ കൈപൊക്കി. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുകയായിരുന്നു. അതിവിടെ ഞങ്ങൾ പൊളിച്ചടുക്കി. കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അൻസിബത്തിന്റെ കാര്യങ്ങൾ യോഗത്തിൽ പറഞ്ഞത്. സ്ത്രീകൾക്ക് തന്നെ ഇത്രയും ഉപദ്രവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മിറ്റി അവർ തന്നെ സ്വയം രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. ചാർട്ടേഡ് അക്കൗണ്ടന്റും അഭിഭാഷകനും അവരെ കൈയൊഴിഞ്ഞു. ഒരു കാര്യവുമില്ലാതെ അവധി നീട്ടിച്ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഞാൻ പണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗം മാത്രമായിരുന്നു. എല്ലാ കണക്കുകളും അന്ന് കൃത്യമായി അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് കണക്ക് നോക്കാനിരുന്ന അപ്പു എന്നയാൾക്ക് ശമ്പളം കൊടുത്തില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞില്ല. വല്ലാത്ത അവസ്ഥയാണ് അമ്മ സംഘടനയിൽ ഇപ്പോൾ. ഒരു വശത്ത് ബാബുരാജും കൂട്ടരും നിന്ന് തകർത്താടുന്നു, മറുവശത്ത് വെട്ടിയിട്ട വാഴത്തട പോലെ നിലത്ത് കിടക്കുകയാണ് ശ്വേതാമേനോൻ. ശ്വേതാമേനോനും മറ്റു ഭാരവാഹികളും ആകെ നിസ്സംഗരായി നിൽക്കുന്നു. ശ്വേതാമേനോനെ പിന്തുണച്ചിരുന്ന നടന്മാർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല. അവരെ ഒറ്റപ്പെടുത്തി കനത്ത ആക്രമണമാണ് ഇന്നലെ ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് നേരിടേണ്ടി വന്നത്. ഒടുവിൽ സിദ്ദിഖും ബാബുരാജുമൊക്കെ അമ്മ പിടിച്ചെടുക്കുമോ എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ മോഹൻലാൽ കൂടി നയപരമായ ഒരു സമീപനമെടുത്തു. അങ്ങനെയാണ് ജഗദീഷ് പിഷാരടിയുടെ പേര് പറയുന്നതും അതിന് അംഗീകാരം കിട്ടുന്നതും. പിഷാരടിയുടെ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് ഗണേഷിനെ കൂടി ഇട്ടുകൊണ്ട് അങ്ങനെ ജഗദീഷ് ഒരു സൂപ്പർ കളി കളിച്ചു. മറുവശത്ത് സിദ്ദിഖും കൂട്ടരും ഇനിയുള്ള കളിയിൽ വിജയിക്കുമോ? ശ്വേത ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഈ ആക്രമണത്തെ ഇനി എങ്ങനെ പ്രതികരിക്കും? വല്ലാത്ത അവസ്ഥയാണ് അമ്മയെന്ന സംഘടനയ്ക്ക്. ഒപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മെ അമ്പരപ്പിച്ച് കളയും. ഇതാണ് ഇന്നലത്തെ യഥാർത്ഥ വസ്തുതകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.